അങ്ങനെ ദിവസങ്ങൾ പോയി. രുദ്രൻ കമ്പനിയിൽ ജോയിൻ ചെയ്തു. കാണാൻ അടാറ് ലുക്കായതുകൊണ്ട് തന്നെ രുദ്രന് ഒരുപാട് ഗേൾ ഫാൻസ് ഉണ്ടായിരുന്നു കമ്പനിയിൽ. വളരെ എഫിഷ്യൻറ്റും ഹാർഡ് വർക്കിങ്ങുമാണ് രുദ്രൻ. രുദ്രൻ ജോയിൻ ചെയ്തതോടെ കമ്പനിയിലെ ക്രമക്കേടുകളെല്ലാം കുറഞ്ഞു. മുമ്പ് നടത്തിയ ക്രമക്കേടെല്ലാം ഗായത്രിക്ക് മുമ്പിൽ അവൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടെ പലർക്കും അവനോട് അമർഷയായി. ഒരുതരം ശത്രുത. എങ്ങനെയെങ്കിലും അവനെ പുറത്താക്കണമെന്നായിരുന്നു പലരുടെയും ചിന്ത. അതിനായി പല കുരുക്കുകളും രുദ്രനെതിരായി നീക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങളൊക്കെ പോയി. ഗായത്രിക്ക് രുദ്രനിൽ ചെറിയ മതിപ്പൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. മറ്റു ആണുങ്ങളെ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ അവനറിയാം എന്നൊക്കെ ഗായത്രിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മുൻപത്തെ സ്റ്റാഫുകളോട് പെരുമാറിയ പോലെ അത്ര കനത്തിലൊന്നുമല്ല രുദ്രനോട് പെരുമാറുന്നത് ഗായത്രി. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ അച്ഛനാണല്ലോ, അതിൻ്റെ ഒരു പരിഗണന രുദ്രനോട് കാണിക്കുന്നുണ്ട് ഗായത്രി. കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ രുദ്രനെ ഗായത്രി ജോലിക്ക് അപ്പോയിന്റ് ചെയ്തത്, വീട്ടിൽ കൊണ്ട് താമസിച്ചത്. അവളെ കാണാനും അവളെ കൊഞ്ചിക്കാനുമുള്ള അതിയായ ആഗ്രഹം കൊണ്ടായിരുന്നു. എന്നാൽ അവൾ വീട്ടിൽ വന്ന് കുറച്ച് ദിവസങ്ങളായെങ്കിലും കുഞ്ഞിനെ ഒന്ന് എടുക്കുകയോ ഓമനിക്കുകയോ ഇതുവരെ ഗായത്രി ചെയ്തിട്ടില്ല. ഗായത്രിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവളത് പുറത്ത് കാണിച്ചില്ല. കാരണം അതായി ആരെങ്കിലും കണ്ടാൽ പഴയ ഗായത്രിയുടെ അവശേഷിപ്പുകൾ ഇപ്പോഴും അവളിലുണ്ടെന്ന് തിരിച്ചറിയില്ലേ. പിന്നെ എല്ലാവരിൽ നിന്നും എല്ലാവരുടെ ചോദ്യത്തിൽ നിന്നും അവൾക്ക് ഓടി മറയാനുള്ള ഒരു മുഖം മൂടി കൂടിയായിരുന്നു അവളുടെ ദേഷ്യം. അത് അഴിഞ്ഞു മാറാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ കുഞ്ഞിനെ എന്നും ആരും കാണാനും അവൾ ശ്രമിച്ചിരുന്നു. ഓഫീസ് വിട്ട് വന്നാൽ പിന്നെയുള്ള സമയം മുഴുവൻ അവൻ്റെ കുഞ്ഞിന് വേണ്ടി സമയം കണ്ടെത്തുമായിരുന്നു രുദ്രൻ. കുഞ്ഞിനെ കുളിപ്പിക്കാനും അവളുടെ എല്ലാ കാര്യവും യാതൊരു മടിയുമില്ലാതെ ചെയ്തു കൊടുക്കുകയും അവളെ പാടി ഉറക്കുകയും അങ്ങനെ കുഞ്ഞിന് വേണ്ടുള്ള എല്ലാം ചെയ്യുമായിരുന്നു രുദ്രൻ. ഒരു നല്ലൊരച്ഛൻ എങ്ങനെയാവണം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു രുദ്രൻ. അത് ഗായത്രിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനോടുള്ള പെരുമാറ്റത്തിൽ വീണ്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി. ഗായത്രി എന്നും ബാൽക്കണിയിൽ നിന്ന് അവനെയും കുഞ്ഞിനെയും നോക്കും. അവർ കളിക്കുന്നതും മറ്റ് കണ്ടാസ്വദിക്കും. ആ കാഴ്ച കാണുമ്പോൾ ചിലപ്പോഴൊക്കെ അച്ഛൻ്റെ കൈകൊണ്ട് തന്നെ മരിച്ച തൻ്റെ കുഞ്ഞിനെ ഓർമ്മ വരും അവൾക്ക്. തൻ്റെ കുഞ്ഞിന് രുദ്രനെ പോലൊരു അച്ഛനെ കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഓർക്കും. ആ സമയം ഗായത്രിയുടെ കണ്ണ് നനയും. അതെങ്ങനെയാണല്ലോ, നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് കരയാത്ത ഏതമ്മയുണ്ടാവും? ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ആ കുഞ്ഞിനെ ഓർക്കാത്ത ഒരു ദിവസം പോലും കാണില്ല. മാതൃത്വത്തിൻ്റെ വിലയറിഞ്ഞ ഒരമ്മയ്ക്കും അതെത്ര മക്കൾ പിന്നീട് ജനിച്ചാലും ശരി, ആ നീറ്റൽ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടാവും. ഏതും മരുന്നിനും ആ നീറ്റൽ ഉണക്കാനാവില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രുദ്രൻ ഓഫീസിലേക്ക് പോയി. എന്നാൽ ഗായത്രി ഓഫീസിലേക്ക് പോയില്ല. ഗായത്രി പോയില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായി രുദ്രൻ നോക്കുമെന്ന് അവൾക്കറിയാം. അവൾക്ക് ഏറ്റവും വിശ്വാസമുള്ളത് രുദ്രനെയാണ്. എന്നാൽ അവളത് കാണിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ലീവ് എടുക്കുന്ന ദിവസം മുഴുവനും കുഞ്ഞിനെ കാണാലോ, അതും ഒരു കാരണമാണ്. രുദ്രൻ ഓഫീസിൽ പോകുമ്പോഴെല്ലാം കല്യാണി അമ്മയല്ലേ കുഞ്ഞിനെ നോക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ് അത്ര വാശിയൊന്നും സാധാരണ കാണിക്കാറില്ല. എല്ലാവരായിട്ടും ഇണങ്ങും. എന്തു കൊടുത്താലും കഴിക്കും. അനാവശ്യമായി കരയോ വാശി പിടിക്കുകയോ എന്തെങ്കിലും വേണമെന്ന് പറയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. നല്ലൊരു മോള നമ്മുടെ പാറൂട്ടി, അതായത് രുദ്രൻ്റെ കുഞ്ഞാവ. എന്നാലുണ്ടല്ലോ, ഗായത്രി ലീവായ ആ ദിവസം പതിവിലും വിപരീതമായിട്ട് കുഞ്ഞിപ്പെണ്ണ് കരയാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും കല്യാണിയമ്മയ്ക്ക് കഴിഞ്ഞില്ല കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിലടക്കാൻ. നല്ല ഒച്ചയിട്ടിട്ടായിരുന്നു വാവ കരയുന്നുണ്ടായിരുന്നത്. എൻ്റെ ശിവ, ഈ കുഞ്ഞിനെന്താ പറ്റിയേ? വയറ്റിന് കേട് വല്ലതും ഉണ്ടാവോ എന്തോ? വാവയ്ക്ക് പറയാനായിട്ടില്ലല്ലോ. ഇപ്പം ഞാനെന്താ ചെയ്യുക? കല്യാണിയമ്മ ഓർത്തു. എന്നിട്ട് ചെറു വെളിച്ചെണ്ണ ചൂടാക്കി വാവയുടെ വയറ്റിൽ തടവി കൊടുത്തു. വയറ്റിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അതൊക്കെ ചെയ്തിട്ടും കുഞ്ഞാവയുടെ കരച്ചിൽ മാറിയില്ല. കല്യാണിയമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലായിപ്പോയി. ആ കരച്ചിൽ ഗായത്രിയുടെ മുറിയിലേക്ക് വരെ കേൾക്കായിരുന്നു. ഗായത്രി വളരെ അസ്വസ്ഥമായി.
കുഞ്ഞാവയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവളുടെ കാലുകൾക്ക് ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. കീബോർഡിലെ കൈകൾ ചലിക്കുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞാവയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഗായത്രിയുടെ നെഞ്ചു പിടയാൻ തുടങ്ങി. അവിടെ അവളുടെ ദേഷ്യത്തിനേക്കാൾ മുമ്പിൽ അവളിലെ അമ്മയായിരുന്നു നിന്നിരുന്നത്. അമ്മയുടെ വാത്സല്യമായിരുന്നു നിന്നിരുന്നത്. രണ്ടും കൽപ്പിച്ച കല്യാണി അമ്മയുടെ അടുത്തേക്ക് പോയി ഗായത്രിയെ കണ്ടതും കല്യാണി അമ്മ പറഞ്ഞു, മോള് വന്നോ? കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിൽ അതുവരെ കേൾക്കായിരുന്നു ഇല്ലേ? കൊച്ചു കുറേ നേരമായി കരയാൻ തുടങ്ങിയിട്ട്. എന്തൊക്കെ ചെയ്തിട്ട് നിർത്തുന്നില്ല. ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോയാലോ? വയറ്റിന് കേട് വല്ലതും ഉണ്ടാവോ? കല്യാണിയമ്മ സംശയത്തോടെ ഗായത്രിയെ നോക്കി പറഞ്ഞു. അപ്പോൾ ഗായത്രി കുഞ്ഞിപ്പെണ്ണിനെ നോക്കി. ആ കുഞ്ഞു കൈകൾ അവളുടെ നേർക്ക് നീട്ടുകയായിരുന്നു. ആ കൈകളെ അവഗണിക്കാൻ ഗായത്രിക്കായില്ല. കുഞ്ഞിനെ അവൾ കല്യാണി അമ്മയിൽ നിന്നും വാങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ഗായത്രിയുടെ ചൂട് കിട്ടിയതും കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിൽ നിന്നു. നെഞ്ചോട് പറ്റിച്ചേർന്ന് കുഞ്ഞുമിണികളെ കൊണ്ട് ഗായത്രിയെ നോക്കുകയായിരുന്നു കുഞ്ഞിപ്പെണ്ണ്. ഗായത്രിക്കും കല്യാണിയമ്മയ്ക്കും അതിശയായി. മോളെടുത്തതും കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നല്ലോ. ഈ കുഞ്ഞിപ്പെണ്ണെ എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അടവ് കാണിച്ചതാ തോന്നുന്നു. കല്യാണിയമ്മ പറഞ്ഞത് കേട്ട് ഗായത്രി ഒന്ന് ചിരിച്ചു. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. മോൾക്ക് തിരക്കുണ്ടോ? കുഞ്ഞിന് പാലെടുത്തിട്ട് വരട്ടെ ഞാൻ കിച്ചണിൽ നിന്ന്. അതുവരെ മോളെ എടുക്കുമോ? മോൾക്ക് വല്ല തിരക്കുണ്ടോ? കല്യാണിയമ്മ ചോദിച്ചു. ഗായത്രിയുടെ ബുദ്ധി വേണ്ടെന്നൊക്കെ പറഞ്ഞാലും അവളുടെ മനസ്സ് സമ്മതിക്കണ്ടേ കുഞ്ഞിപ്പെണ്ണിനെ പിടിക്കാതിരിക്കാൻ? അവൾ കുഞ്ഞിനെ ഒന്ന് നോക്കി. അവളുടെ ഓമനത്തിൽ നിറഞ്ഞ മുഖം കാണവേ, അവളുടെ ചൂടറിയവേ ഗായത്രിക്ക് ഇല്ലെന്ന് പറയാനായില്ല. അവൾ ശരിയെന്ന് തലയാട്ടി. അത് കേട്ടതും കല്യാണിയമ്മ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഗായത്രിയുടെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ കുഞ്ഞും ഗായത്രി മാത്രമാണ് വീട്ടിൽ. ഗായത്രി കുഞ്ഞിനെ മടിയിലിരുത്തി അടുത്തുള്ള ബെഡിലിരുന്നു. കുഞ്ഞിക്കൈകൾ അവളുടെ ദേഹത്തോടെ എന്തിനോ വേണ്ടി പരതുകയായിരുന്നു. അപ്പോൾ ഗായത്രി കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണിൽ ചെറിയ തുള്ളികൾ അവശേഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും. പിന്നെ വാവയുടെ ആതിരച്ചിൽ എന്തിനു വേണ്ടിയെന്ന് മനസ്സിലാക്കാൻ ഗായത്രി എന്ന അമ്മയ്ക്കും അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. അവൾ കുഞ്ഞിനെ മുലയൂട്ടാൻ തുടങ്ങി. ആദ്യമായി അമ്മിഞ്ഞപ്പാലിൻ്റെ മധുരം അറിയുകയായിരുന്നു കുഞ്ഞ്. കരഞ്ഞു കലങ്ങിയ കണ്ണിൽ ഇപ്പോൾ ഒരു കുഞ്ഞു നക്ഷത്രം ഉദിച്ച പോലെയായി. അതിൽ നിന്ന് കുഞ്ഞിപ്പെണ്ണം ഓരോ തുള്ളി അമ്മിഞ്ഞയും നുകർന്നെടുക്കുമ്പോൾ ഗായത്രിയുടെ കണ്ണടഞ്ഞു പോയിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണിൽ തുള്ളികൾ പൊടിയുന്നുണ്ടായിരുന്നു. പാല് ആസ്വദിച്ച് കുടിക്കുമ്പോഴും കുഞ്ഞ് അവളെ നോക്കിക്കൊണ്ടിരുന്നു. ആ നോട്ടം ഗായത്രി എന്ന അമ്മയെ പൂർണ്ണതയിൽ എത്തിച്ചു എന്നവൾക്ക് തോന്നി. അവൾ കുഞ്ഞിൻ്റെ തല മെല്ലെ തഴുകിക്കൊടുത്തു. അവളുടെ മനസ്സും കണ്ണും എല്ലാം ഒരുപോലെ നിറഞ്ഞു. നഷ്ടപ്പെട്ട അവളുടെ മാതൃത്വം തിരിച്ചു കിട്ടിയ അനുഭൂതിയായിരുന്നു ഗായത്രിക്ക്. അങ്ങനെ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണമ്മ പെട്ടെന്ന് റൂമിലേക്ക് കയറി വന്നത്. കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഗായത്രിയെ കണ്ടപ്പോൾ അവൾക്ക് വിശ്വസിക്കാനായില്ല. എന്താ മോളെ നീ കാണിക്കുന്നേ? കല്യാണിയമ്മ അവളോട് ചോദിച്ചു. അതമ്മ, ഞാനൊരു അമ്മയല്ലേ, എനിക്കും അറിയാം ഒരു വിശന്ന് കരയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ. അതിനെനിക്കാവും. അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കല്യാണി അമ്മയോട് പറഞ്ഞു. മാതൃത്വത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്ന അവൾക്ക് കുഞ്ഞിനെ തന്നിൽ നിന്ന് മാറ്റുന്നത് സഹിക്കാനാവില്ലായിരുന്നു. കുഞ്ഞിൻ്റെ മേലുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നത് പോലും. അവൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്തെന്ന് മറ്റാരേക്കാൾ കൂടുതൽ കല്യാണിയമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പിന്നീട് ഒന്നും പറയാൻ നിന്നില്ല, എതിർത്തുമില്ല. കുഞ്ഞിന് ഗായത്രി പാല് കൊടുക്കട്ടെ എന്ന് തന്നെ അവരും കരുതി. എന്നിട്ട് കല്യാണിയമ്മ പുറത്തേക്ക് പോയി. പാല് കൊടുത്തതും കുഞ്ഞ് വയറ് നിറഞ്ഞപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ മടിയിലേക്ക് കിടത്തി ഡ്രസ്സുകളെല്ലാം ശരിയാക്കി ഗായത്രി. അമ്മിഞ്ഞ പാറുമോളുടെ ചുണ്ടിൽ പറ്റി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണവേ ആരോ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഗായത്രിയോട് പറയുന്നുണ്ടായിരുന്നു, ഈ കിടക്കുന്ന കുഞ്ഞ് നിൻ്റേതാണെന്ന്, നിന്റെ നഷ്ടപ്പെട്ട മാതൃത്വം തിരിച്ചു തരാൻ വന്നതാണെന്ന്. സ്വന്തം രക്തമല്ലായിരിക്കാം, എന്നാൽ കർമ്മം കൊണ്ട് ഇത് നിൻ്റേത് മാത്രമാണെന്ന്. അവൾ കുഞ്ഞിനെ വീണ്ടും അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇപ്പോൾ തങ്ങൾ ഒരു ശരീരമാണെന്ന് അവൾക്ക് തോന്നി. അവൾ മെല്ലെ കുഞ്ഞിൻ്റെ പുറത്ത് താഴ്ത്തി.
എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി. നെറ്റിയിൽ ഒരു ചൂട് ചുംബനം നൽകി. അമ്മയുടെ ആദ്യ മുത്തം. എന്നിട്ട് രണ്ട് സൈഡും തലയാണ വെച്ചു. റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഗായത്രി. അവിടെ ഗായത്രിയും കാത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അതാരാന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടേ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.